എടാ മരുവനെ, എന്റെ മോക്ക് ഞാൻ വാങ്ങിച്ചു വെച്ച സ്വർണം ഇടാൻ താല്പര്യമില്ലെന്ന് പണ്ടേ ഇവളെന്നോട് പറഞ്ഞതാ. ഇവളിത് സ്വീകരിക്കാൻ തയ്യാറായിരുന്നെങ്കിൽ ഞാൻ ഈ ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും ഉണ്ടാക്കത്തില്ലായിരുന്നു. പത്തരമാറ്റ് സ്വർണം കൊണ്ട് പൊതിഞ്ഞേനെ ഞാൻ ഇവളെ. അതിനെ ഒരു ബാബുക്കുട്ടന്റെ സഹായം ഇപ്പൊ ശാന്തപ്പന് ആവശ്യമില്ല. സ്വർണം വാങ്ങാൻ ബാബുക്കുട്ടൻ കാശി തന്നപ്പോ ഞാനത് വാങ്ങി എന്നുള്ളത് നേരാ. എന്റെ മോളുടെ കല്യാണത്തിന് ബാബുക്കുട്ടൻ സ്വർണം വാങ്ങി കൊടുക്കുന്നതിൽ ഞാനൊരു തെറ്റും കാണുന്നില്ല. പിന്നെതാ ഇതേ അരവിന്ദനുള്ളതാ. ഈ ബോക്സിനകത്ത് എന്താണെന്നുള്ളത് ഞാൻ അരവിന്ദനുമായിട്ട് സംസാരിച്ചതാ. കല്യാണം കഴിഞ്ഞ അരവിന്ദനും എന്റെ മോക്കും വെയിലും മഴയും കൊള്ളാതെ എവിടെ വേണേലും പോവാം. ഇത് കണ്ട, ഇതിനകത്തെ ഒരു കാറിന്റെ താക്കോല. ഇത് ബാബുക്കുട്ടനൊന്നും വാങ്ങിയതല്ല, ഈ ശാന്തപ്പ മുതലാളിയുടെ ഷാപ്പിന്റെ വരുമാനത്തിൽ നിന്നാ. ഞാനെന്ന് ആയിരപ്പറ വന്ന് ബാലമാഷിന്റെ കരയോക്കാരുടെ മുന്നിൽ വെച്ച് പറഞ്ഞതാ, എന്റെ മോക്ക് ഞാൻ കൊടുക്കാനുള്ളതൊക്കെ കൊടുക്കുന്നു. വേണ്ട, താ മോക്ക് കൊടുക്കാൻ പോകുന്നത് മുക്കുപണ്ടാണെന്നേ അന്ന് പറഞ്ഞിരുന്നില്ലല്ലോ. നാട്ടുകാരുടെ മുമ്പിൽ ശാന്തപ്പ മുതലാളിയാകാൻ വേണ്ടി അവളുടെ കഴുത്തിലും കാതിലും പൊന്ന് നിറയ്ക്കണമായിരുന്നു. നിങ്ങളിത് പറയോന്നേ എനിക്കറിയായിരുന്നു. ഞാൻ എന്റെ മോക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ചതേ മുക്കുവണ്ടല്ല. എടി കുഞ്ഞോളെ, എടുത്ത് കാണിച്ചു കൊടുക്കടി. ഇനിയേ പവിത്രനോ കിവിത്രനോ ആരാന്ന് വെച്ചാ വിളിച്ചോ. പാരമ്പര്യമായിട്ട് ആയിരപ്പറയിൽ സ്വർണ്ണപ്പണിക്കാർ ആരൊക്കെ ഉണ്ടെങ്കിലും അവരെയൊക്കെ വിളിച്ചു വരുത്ത്. അവരിപ്പോ ഇവിടെ വച്ച് ഈ നിമിഷം വരട്ടെ. എന്നിട്ട് ഞാൻ എന്റെ മോക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ച ഈ ആഭരണങ്ങളുടെ മാറ്റേ ഒന്ന് ഉറച്ചു നോക്കട്ടെ അല്ലേ? എനിക്കറിയാമായിരുന്നു ഞാൻ കൊണ്ടുവരുന്ന ആഭരണങ്ങൾ ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് മണപ്പിച്ചു നോക്കാൻ ഇവിടെ പലരും ഉണ്ടാവുമെന്ന്. നിങ്ങൾ എത്ര സ്വർണം കൊണ്ടുവന്നാലും എനിക്ക് വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഒരു തരി പൊന്നെന്നെ ഇടിയിച്ചില്ലെങ്കിലും അമ്മായും ബാലമാമയും എനിക്ക് തന്ന ഈ ഒരു മാലയുണ്ടല്ലോ, അത് മാത്രം മതി എനിക്ക്. പിന്നെ ഞാൻ ആഗ്രഹിക്കുന്ന ഒന്നുകൂടിയുണ്ട്. അരവിന്ദേട്ടൻ എന്റെ കഴുത്തിൽ കെട്ടുന്ന താലി, അത് മാത്രം മതി എനിക്ക്. ശാന്തപ്പ, ചാരുമോള് പറഞ്ഞത് താൻ വ്യക്തമായി കേട്ടല്ലോ. കേട്ടു ബാലമാഷേ, എല്ലാം വ്യക്തമായി തന്നെ കേട്ടു. എന്റെ മോക്ക് ഞാനിപ്പോ എന്റെ ഹൃദയം പറിച്ചു കൊടുത്താലും അവളത് സ്വീകരിക്കത്തില്ല. പക്ഷേ അരവിന്ദന്റെ മരുമോനാവാൻ പോവുക. ആരൊക്കെ നിശ്ചയിച്ചാലും അത് നേരാടോ മാഷേ? ഞാൻ കൊടുക്കുന്നതേ അരവിന്ദൻ ഒരിക്കലും സ്വീകരിക്കാതിരിക്കില്ല. താൻ എന്തു കൊടുത്താലും സ്വീകരിക്കാനിരിക്കാണോ എന്റെ മോൻ? അങ്ങനെയാണോ? ആ, എന്നാലേ വേണ്ടെന്ന് അവൻ പറയട്ടെ. ഈ കാർ ഞാൻ വാങ്ങിച്ചതേ അരവിന്ദനോട് പറഞ്ഞ് അവന്റെ സമ്മതം ചോദിച്ചിട്ട് തന്നെയാ. ഇല്ലെന്ന് അവൻ പറയട്ടെ.
നീ സമ്മതം പറഞ്ഞിട്ടാണോ ശാന്തപ്പൻ കാറ് വാങ്ങിയേ? അമ്മേ, അച്ഛാ, നാളെ ചാരു എൻ്റെ ഭാര്യയാവാൻ പോവല്ലേ. എത്ര വർഷങ്ങളായി എല്ലാരും നേരിട്ട് കണ്ട പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. അതൊന്ന് മാറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. ശാന്തപ്പമാവൻ ഈ ഒരു ആഗ്രഹം എന്നോട് വന്ന് പറഞ്ഞപ്പോ എനിക്ക് വേണ്ടെന്ന് പറയാൻ തോന്നിയില്ല. ചാരുവിനത് ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം. നാളെ കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ ചാരുവിന് 1000 പറ മാത്രം അവരുടെ വീട്. ഞാറ് കണ്ടോ വേണം. ഇത്രയും നാളും ചാരു ജീവിച്ച അവിടെയല്ലേ. കല്യാണം കഴിഞ്ഞെന്ന് വെച്ച് ആ വീടും ശാന്തപ്പം മാമനെയും കുഞ്ഞുമോൾ ആന്റിയെയും കല്യാണിയൊന്നും ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. ചെറുക്കനാള് കൊള്ളാലോ. ഇതിനാണോ ഇവൻ ഇത്രയും നാളും ചാരു എന്റെ തലയിലാകുമെന്നും പറഞ്ഞുകൊണ്ട് നടന്നത്? ഇവൻ ഇത്രയും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഏതെല്ലാം ബിസിനസ് ചെയ്ത് കോടീശ്വരനാവായിരുന്നു ദൈവമേ. ചാരു, നമ്മളുടെ ഇഷ്ടങ്ങൾ നമ്മൾ എന്നേ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കഴിഞ്ഞു. നിനക്ക് ഇഷ്ടമല്ലാന്ന് അറിഞ്ഞിട്ടും ശാന്തപ്പമാവൻ കാറിന്റെ കാര്യം എന്നോട് പറഞ്ഞപ്പോ ഞാൻ സമ്മതിച്ചെന്താണെന്ന് ചാരുവിനിപ്പം മനസ്സിലായില്ലേ? എനിക്ക് മനസ്സിലായി അരവിന്ദേട്ടാ. കുട്ടിക്കാലം മുതൽ ഇതുവരെ ഒരു നേരം പണിയെടുത്തിട്ട് ഇങ്ങനെ എനിക്കോ എന്റെ വീട്ടിലേക്കോ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. സത്യമുള്ളത് മാത്രമേ നിലനിൽക്കൂ. അരവിന്ദേട്ടാ, ഇവര് നമുക്ക് വെച്ച് നീട്ടുന്ന ഒന്നും സത്യമുള്ളതല്ല. നമുക്കുള്ളതെല്ലാം നമ്മളിലേക്ക് തന്നെ വന്ന് ചേരും. അതുകൊണ്ട് അരവിന്ദേട്ടാ, ഇത് നമുക്ക് വേണ്ട. ഇതെന്നല്ല, ഒന്നും നമുക്ക് വേണ്ട. എനിക്കൊരു ബിസിനസ് ഉണ്ടല്ലോ. അരവിന്ദേട്ടനും തുടങ്ങാലോ ഇനി നല്ലൊരു ബിസിനസ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോയാൽ എന്തിനാ അരവിന്ദേട്ടാ നമുക്ക് മറ്റുള്ളവരുടെ സഹായമൊക്കെ? ഡാ, നിനക്ക് പണ്ടേ എടുത്തിയാട്ടുള്ളതാ. എനിക്കത് അറിയാവുന്നതുവാ. ദേ, നീ ചാരുവിനെ കല്യാണം കഴിച്ചതിന് ശേഷം സങ്കടപ്പെടുത്തിയാലുണ്ടല്ലോ, എന്റെ മോക്ക് എന്തെങ്കിലും സങ്കടം വന്നു എന്ന് ഞാൻ അറിയാലോ അരവിന്ദൻ, നിന്നെ ഞാൻ എങ്ങനെ വളർത്തിയെന്ന്.